Hello, my dear students. I am Swapna Shaji, Assistant Professor, Department of Commerce, Self, Nirmala College, മൂവാറ്റുപുഴ. അപ്പോൾ കുറച്ച് കുട്ടികൾ മാനേജ്മെൻറ്റ് ഓഫ് കോപ്പറേറ്റീവ് എൻ്റർപ്രൈസിൻ്റെ മൊഡ്യൂൾ 2-ൻ്റെ സെക്കൻഡ് പാർട്ട് കാണുവാനില്ല എന്നൊക്കെ പറഞ്ഞ് വിഷമിക്കുന്നതായിട്ട് അറിഞ്ഞു. അപ്പോൾ അവർക്ക് വേണ്ടിയിട്ട് ഇതാ നമ്മുടെ വീഡിയോ എത്തിയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ നിർത്തിയെടുത്ത് നമുക്ക് തുടങ്ങാം. എന്താണ് ഫെഡറൽ ടൈപ്പ് ഓഫ് സൊസൈറ്റി? Large number of cooperative societies are organized for different purposes at primary level. Individuals are admitted as the members for providing all type of facility to their primaries. District level cooperative societies are formed with the primary societies as member, and state level cooperatives are formed with the district level societies as member. അപ്പോൾ നമുക്കറിയാം പ്രൈമറി ലെവലിൽ കുറേ സൊസൈറ്റീസ് ഉണ്ട്. അപ്പോൾ അവരെല്ലാം കൂടെ ചേർത്തുകൊണ്ട് ഡിസ്ട്രിക്ട് ലെവലിൽ ഒരെണ്ണം ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. ഈ ഡിസ്ട്രിക്ട് സെറ്റപ്പിനെ മൊത്തം ചേർത്ത് വെച്ചുകൊണ്ട് സ്റ്റേറ്റ് ലെവലിലും ഒരു സെറ്റപ്പ് ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. ദർ ഈസ് എ 3-tier സിസ്റ്റം ആസ് വെൽ ആസ് 2-tier സിസ്റ്റം. ഇൻ പ്രൈമറി അഗ്രികൾച്ചറൽ ക്രെഡിറ്റ് സിസ്റ്റം 3-tier സിസ്റ്റം ഈസ് ഫോളോഡ്. അപ്പോൾ അഗ്രികൾച്ചറൽ സെക്ടറിൽ ഈ പറയുന്ന 3-tier സിസ്റ്റമാണ് ഫോളോ ചെയ്യുന്നത്. അറ്റ് പ്രൈമറി ലെവൽ പ്രൈമറി അഗ്രികൾച്ചർ ക്രെഡിറ്റ് സൊസൈറ്റി ഉണ്ട്. അറ്റ് ഡിസ്ട്രിക്ട് ലെവൽ ഡിസ്ട്രിക്ട് കോപ്പറേറ്റീവ് ബാങ്ക് ഉണ്ട്. അപ്പെക്സ് ലെവലിലേക്ക് വന്നു കഴിഞ്ഞാൽ സ്റ്റേറ്റ് കോപ്പറേറ്റീവ് ബാങ്ക് ഉണ്ട്. In a long-term agricultural credit sector, primary agricultural and rural development banks at primary level, state agricultural and rural development banks at apex ലെവലിലുമാണ് ഉള്ളത്. അപ്പോൾ ഇങ്ങനെയൊക്കെയാണ് ഇത് പോണത്. എന്താണ് ഇതിൻ്റെ അഡ്വാൻറ്റേജസ്? It strengthens the cooperative democracy and carry out operation based on cooperative ideology. അപ്പം ഡെമോക്രാസി ഇൻക്രീസ് ചെയ്യാനും കോപ്പറേറ്റീവ് ഐഡിയോളജി അനുസരിച്ച് പ്രവർത്തിക്കാനും അതിനുള്ള ഒരു സ്ട്രെങ്ത് പ്രൊവൈഡ് ചെയ്യുന്നു. ദ പോളിസീസ് ഫ്രെയിംഡ് ആർ റെലവൻറ്റ് ഓൺലി ടു പ്രൈമറി മെമ്പേഴ്സ് അറ്റ് ഗ്രോസ് റൂട്ട് ലെവൽ. അപ്പോൾ ഈ റൂൾസ് എന്ന് പറയുന്നത് ആ പ്രൈമറി മെമ്പേഴ്സിനാണ് കൂടുതലായിട്ടും എന്താണ് ഫ്രൂട്ട്ഫുൾ ആവുക. ദർ ഈസ് എ ഡീസെൻട്രലൈസേഷൻ ഓഫ് അതോറിറ്റി ആൻഡ് റെസ്പോൺസിബിലിറ്റി. അതോറിറ്റി റെസ്പോൺസിബിലിറ്റിയുടെ ഒരു ഡീസെൻട്രലൈസേഷൻ ഉണ്ടല്ലോ, 3 ലെവൽസ് ആയിട്ടല്ലേ അതോറിറ്റി റെസ്പോൺസിബിലിറ്റി വരുന്നത്. ഇനി ഡിസഡ്വാൻറ്റേജസിലേക്ക് വന്നു കഴിഞ്ഞാൽ, if primary societies organized at a primary level become weak, it will affect the entire structure. Without strong primary societies at the bottom level, superstructure cannot be built viably. അപ്പോൾ എന്നാ പറഞ്ഞേക്കണേ, ഇതൊരു 3-tier സിസ്റ്റമാണ്. അപ്പോൾ പ്രൈമറി സിസ്റ്റത്തിൽ എന്തെങ്കിലും പ്രശ്നം വന്നു കഴിഞ്ഞാൽ അത് എൻ്റയർ സിസ്റ്റത്തെ അഫക്റ്റ് ചെയ്യും. Then laxity and ineffectiveness in the superstructure also affects the functioning of primaries. അപ്പോൾ ആ ഒരു ഇൻഎഫക്റ്റീവ്നെസ് ഓഫ് ദി പ്രൈമറി സെക്ടർ അല്ലെങ്കിൽ മറ്റ് സ്ട്രക്ചറുകൾ അത് നേരെ തിരിച്ച് പ്രൈമറി സെക്ടറിനെ അഫക്റ്റ് ചെയ്യാനായിട്ട് സാധ്യതയുണ്ട്. ഇനി എന്താണ് ഡിസൈനേഴ്സ് ആൻഡ് ഗ്രീൻ ഹൗസ് കോപ്പറേറ്റീവ്സ്? നമുക്ക് നോക്കാം. ബ്ലൂ പ്രിൻറ്റ് വേഴ്സസ് ഡിസ്ക്ലോഷർ. Cooperative societies are formed in 2 ways. After setting a target, a project is prepared, and on the basis of the project report, cooperative societies are formed with the individual members. എന്താ പറഞ്ഞേക്കുന്നത്? 2 വേസിലാണ് കോപ്പറേഷൻസ് ഫോം ചെയ്യുന്നത് അല്ലേ? ഒരു ടാർഗറ്റ് സെറ്റ് ചെയ്യും, എ പ്രോജക്റ്റ് പ്രിപ്പയർ ചെയ്യും, ബേസ്ഡ് ഓൺ ദി പ്രോജക്റ്റ് റിപ്പോർട്ട് കോപ്പറേറ്റീവ് സൊസൈറ്റീസ് ഫോം ചെയ്യും. വിത്ത് ഇൻഡിവിജ്വൽ മെമ്പേഴ്സ് ആവാം. ഇംപ്ലൈഡ് ഓൺ ദി ബ്ലൂ പ്രിൻറ്റ് അപ്രോച്ച് ഈസ് ദി നോഷൻ ദാറ്റ് ഈസ് ടെസ്റ്റഡ് മോഡൽ exist which can be applied and replicated in an effort at plant development. എന്താ പറഞ്ഞേക്കുന്നത്? അപ്രോച്ച് ഇൻ ദ നോഷൻ ദാറ്റ് ഈസ് എ ടെസ്റ്റഡ് മോഡൽ എക്സിസ്റ്റ് വിച്ച് ക്യാൻ ബി അപ്ലൈഡ് ആൻഡ് റെപ്ലിക്കേറ്റഡ് ഇൻ ആൻ എഫോർട്ട് അറ്റ് പ്ലാന്റ് ഡെവലപ്മെൻറ്റ്. കെയർഫുൾ അറ്റൻഷൻ ഈസ് പെയ്ഡ് ടു ഡിസൈൻ ആൻഡ് പ്രിപ്പറേഷൻ, ആൻഡ് ദി ഐഡിയ ഈസ് ദാറ്റ് ദോസ് ഇൻവോൾവ്ഡ് ഇൻ അഡ്മിനിസ്ട്രേഷൻ വിൽ ബി ആസ് ക്ലോസ്ലി ആസ് പോസിബിൾ ഫോളോ ഗിവൻ പ്രൊജക്റ്റ് പ്ലാൻ. അപ്പോൾ നമുക്കൊരു പ്ലാൻ ഉണ്ടെങ്കിൽ ആ ഒരു പ്ലാൻ ബേസ് ചെയ്തുകൊണ്ട് മുന്നോട്ട് പോയെങ്കിൽ മാത്രമാണ് നമുക്കൊരു നല്ലൊരു സൊസൈറ്റി അവിടെ എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, എസ്റ്റാബ്ലിഷ് ചെയ്യാനായിട്ട് പറ്റുള്ളൂ. അപ്പോൾ ഒരു ബ്ലൂ പ്രിൻ്റാണ് ഇതിൻ്റെയൊക്കെ ഒരു ഗൈഡ് ലൈൻ ആയിട്ട് പ്രവർത്തിക്കുന്നതെന്ന് പറഞ്ഞേക്കുന്നത്. ഫോർ ലോങ് എ മെമ്പർ കൺട്രോൾഡ് കോപ്പറേറ്റീവ് ഹാവ് ബീൻ ആൻ ഐഡിയ വിത്ത് ഓൾമോസ്റ്റ് യൂണിവേഴ്സൽ അപ്പീൽ, വൈഡ്ലി പ്രൊമോട്ടഡ് ഇൻ മച്ച് ഓഫ് ദി ഡെവലപ്പിംഗ് വേൾഡ് ആസ് ആൻ ഇൻ്റഗ്രൽ ഇൻസ്ട്രുമെൻറ്റ് ഓഫ് നാഷണൽ ഡെവലപ്മെൻറ്റ് പോളിസി. അപ്പോൾ നാഷണൽ ഡെവലപ്മെൻറ്റ് പോളിസിയുടെ ഭാഗമായിട്ട് മെമ്പർ കൺട്രോൾഡ് കോപ്പറേറ്റീവ് സൊസൈറ്റീസ് ഒരു യൂണിവേഴ്സൽ ആപ്ലിക്കേഷൻ ഉണ്ടെന്നൊക്കെയാണ് പറഞ്ഞേക്കുന്നത്. ദ യൂസ് ഓഫ് ബ്ലൂ പ്രിൻറ്റ് അപ്രോച്ച് ഹാസ് ബിക്കം മോർ കോമൺ ഈവൻ ആഫ്റ്റർ ദ ഇൻഡിപെൻഡൻസ്, പ്രൈമർലി ഫോർ 2 റീസൺസ്. ഈ ബ്ലൂ പ്രിൻറ്റ് അപ്രോച്ചിന് കുറച്ച് ഇമ്പോർട്ടൻസ് ഉണ്ട്. അതിൻ്റെ കാരണം എന്താണെന്ന് വെച്ചാൽ, ദ ഫസ്റ്റ് ഈസ് ദി ഐഡിയോളജിക്കൽ ആൻഡ് പൊളിറ്റിക്കൽ അട്രാക്റ്റീവ്നെസ് ഓഫ് ദി കോപ്പറേറ്റീവ് മോഡൽ. നമുക്കൊരു ഐഡിയോളജിപരമായിട്ടും രാഷ്ട്രീയപരമായിട്ടും ഒരു അട്രാക്റ്റീവ് ലെവലിലേക്ക് എത്തിക്കാൻ പറ്റും. ദ സെക്കൻഡ് റീസൺ ഫോർ ദി പോപ്പുലാരിറ്റി ഓഫ് ദി ബ്ലൂ പ്രിൻറ്റ് അപ്രോച്ച് ഈസ് ദി സ്ട്രോങ് ഫെയ്ത്ത് ഓഫ് ദീസ് ലീഡേഴ്സ് ഹാവിങ് നോ മൈക്രോ പ്ലാനിങ്. അപ്പോൾ ആ ഒരു നമുക്കെന്താണ്, ലീഡേഴ്സിന് പ്രത്യേകിച്ചൊരു മൈക്രോ പ്ലാനിങ് ഇല്ല എന്നൊരു വിശ്വാസം അവരിലേക്ക് എത്തിക്കുന്നു. അപ്പോൾ ദ ലെറ്റർ പ്രാക്ടീസ് എൻകറേജസ് എ ടോപ്പ് ഡൗൺ അപ്രോച്ച് ടു ഡെവലപ്മെൻറ്റ്. ആസ് എ റിസൾട്ട് ദ ക്രിയേഷൻ ഓഫ് ദി ഇൻസ്റ്റിറ്റ്യൂഷൻ ദാറ്റ് ക്യാൻ ഹെൽപ്സ് ഇൻ മേക്കിംഗ് എൻവയോൺമെൻറ്റ് മോർ ഓർഡർലി ആൻഡ് മനി പുലബിൾ. അപ്പോൾ എന്നാ പറഞ്ഞേക്കുന്നത്,
ഇത്തരത്തിലൊരു സിസ്റ്റമാണ് ഫോളോ ചെയ്യുന്നതെങ്കിൽ ടോപ്പ് ഡൗൺ അപ്രോച്ച് കിട്ടും, എല്ലാവരിലേക്കും കൺട്രോളും കാര്യങ്ങളൊക്കെ കൊണ്ടുവരാനായിട്ട് സഹായിക്കും എന്നൊക്കെ പറഞ്ഞേക്കുന്നു. ഇനി എന്താണ് ഗ്രീൻ ഹൗസ് കോപ്പറേറ്റീവ് അല്ലെങ്കിൽ ഡിസ്കോഴ്സ്? ഇൻ ദി ഗ്രീൻ ഹൗസ് കോപ്പറേറ്റീവ്, ലോക്കൽ പീപ്പിൾ ഓർഗനൈസ് ദംസെൽഫ് ആൻഡ് ഓർഗനൈസ് കോപ്പറേറ്റീവ് സൊസൈറ്റി അക്കോർഡിംഗ് ടു ദ ലോക്കൽ നീഡ്സ്. ഗ്രീൻ ഹൗസ് കോപ്പറേറ്റീവ് ഫോക്കസ് ഫാക്ടേഴ്സ് വിച്ച് ഹെൽപ്പ് ലോക്കൽ എഫേർട്സ് വിച്ച് ഗ്രോ ഓൺ ദെയർ ഓൺ. അപ്പോൾ ലോക്കൽ പീപ്പിൾസ് എല്ലാം കൂടെ കൂടി ചേർന്ന് അവരുടെ ഒരു ഐഡിയാസൊക്കെ ചേർത്ത് ഒരു സൊസൈറ്റി ഉണ്ടാക്കുന്ന ഒരു സെറ്റപ്പാണ് ഈ പറയുന്ന ഗ്രീൻ ഹൗസ് കോപ്പറേറ്റീവ് അല്ലേ. These types of society provide a hospitable climate for growth even in circumstances that are otherwise adverse. അപ്പോൾ എന്താ അഡ്വേഴ്സ് അല്ലാത്ത ഒരു സാഹചര്യത്തിൽ എങ്ങനെ നമുക്ക് നല്ലൊരു ക്ലൈമറ്റ്, ഒരു കോപ്പറേഷനിൽ നല്ലൊരു ക്ലൈമറ്റ്, ഒരു സൊസൈറ്റിയിൽ നല്ലൊരു ക്ലൈമറ്റ് കൊണ്ടുപോകാം എന്നൊക്കെയുള്ളത് ഗ്രീൻ ഹൗസ് കോപ്പറേറ്റീവ്സ് നമുക്ക് തെളിയിച്ച് തന്നിട്ടുണ്ട്. ദ എമർജിംഗ് കോപ്പറേറ്റീവ് ടൈപ്സ് റിസൾട്ടഡ് ഫ്രം ദി സെൽഫ് ഹെൽപ്പ് മെഷർ അണ്ടർ വെരി സ്പെസിഫിക് എക്കോണമിക് ആൻഡ് സോഷ്യൽ കണ്ടീഷൻസ്. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ കോപ്പറേഷൻ്റെ ഒരു ഉദ്ദേശം എന്നാ സെൽഫ് ഹെൽപ്പ് ആൻഡ് മ്യൂച്വൽ ഹെൽപ്പാണ് അല്ലേ. അപ്പോൾ പരസ്പരം ആളുകൾ തമ്മിൽ സഹകരിച്ചുകൊണ്ട് അവരുടെ റൂൾസിനനുസരിച്ച് ലോക്കൽ നീഡ്സൊക്കെ ചേർത്തുകൊണ്ട് സൊസൈറ്റി ഉണ്ടാക്കുന്ന ആ ഒരു സെറ്റപ്പാണ് ശരിക്കും ഗ്രീൻ ഹൗസ് കോപ്പറേറ്റീവ്സ്. ഇനി എന്താണ് സിംഗിൾ പർപ്പസ് കോപ്പറേറ്റീവ് ആൻഡ് മൾട്ടി പർപ്പസ് കോപ്പറേറ്റീവ് സൊസൈറ്റീസ്? യൂണിവാലൻ്റ് ആൻഡ് പോളിവാലൻ്റ് കോപ്പറേറ്റീവ്സ്. ജനറലി two types of societies are existing according to their purpose. Cooperative societies formed to fulfill the needs of its members is called a single purpose cooperative society or univalent cooperative society. Example, rubber marketing cooperative society, land development bank, etc. എന്താ പറഞ്ഞേക്കുന്നത്? ടു ഫുൾഫിൽ എനി വൺ ഓഫ് ദി നീഡ് ഓഫ് ദി മെമ്പേഴ്സിൻ്റെ ഏതെങ്കിലും ഒരു ആവശ്യം ഫുൾഫിൽ ചെയ്യാൻ വേണ്ടി മാത്രം രൂപീകരിച്ചേക്കുന്ന സൊസൈറ്റി ആണെങ്കിൽ നമ്മളതിനെ സിംഗിൾ പർപ്പസ് എന്ന് വിളിക്കും. കോപ്പറേറ്റീവ് സൊസൈറ്റീസ് എൻഗേജ്ഡ് ഇൻ വർക്ക്സ് ഡിഫറെൻറ്റ് ഇൻ നേച്ചർ ആർ കോൾഡ് മൾട്ടി പർപ്പസ് കോപ്പറേറ്റീവ് സൊസൈറ്റി. ദേ ആർ ടേക്ക് ലെൻഡിങ്, കളക്ടിങ് ഓഫ് പ്രോഡക്ട്സ്, മാർക്കറ്റിംഗ്, ഇഷ്യൂ ഓഫ് മാനുവേഴ്സ്, അഗ്രികൾച്ചർ ഇംപ്ലിമെൻറ്റ്സ്, സെയിൽ ഓഫ് കൺസ്യൂമർ ആർട്ടിക്കിൾസ് എക്സെട്ര. അപ്പം മൾട്ടി പർപ്പസുകൾക്ക് വേണ്ടി, ഒന്നിൽ കൂടുതൽ ആവശ്യങ്ങൾക്ക് വേണ്ടി രൂപീകരിച്ചേക്കുന്ന സൊസൈറ്റി മൾട്ടി പർപ്പസ് കോപ്പറേറ്റീവ് സൊസൈറ്റിയാണ്. ഇനി എന്തൊക്കെയാണ് മെറിറ്റ്സ് ഓഫ് യൂണിവാലന്റ് കോപ്പറേറ്റീവ് സൊസൈറ്റി? അത് സിംഗിൾ പർപ്പസ് കോപ്പറേറ്റീവ്, എ സൊസൈറ്റി കോൺസെൻട്രേറ്റഡ് ടു സാറ്റിസ്ഫൈ എനി വൺ ഓഫ് ദി നീഡ്സ് ഓഫ് ദി മെമ്പേഴ്സ്. യൂണിവാലന്റ് സൊസൈറ്റി ആണെങ്കിൽ എന്താ, ഏതെങ്കിലും ഒരു നീഡ്സിന് വേണ്ടിയാണ് കോൺസെൻട്രേറ്റ് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ വിൽ ഇൻക്രീസ് എഫിഷ്യൻസി ഇൻ ദാറ്റ് ഫീൽഡ്. അപ്പോൾ ഒരു പർപ്പസിൽ മാത്രം കോൺസെൻട്രേറ്റ് ചെയ്യുമ്പം ആ പർട്ടിക്കുലർ എന്താണ് ആ ഒരു പോയിന്റിലെ എഫിഷ്യൻസി കൂടും. മെമ്പേഴ്സ് ഓൾസോ ക്യാൻ ഈസിലി വാച്ച് ദ വർക്കിംഗ് ഓഫ് സൊസൈറ്റി ആൻഡ് ദെയർ ലോയൽറ്റി ആൻഡ് ടൈസ്. അപ്പം മെമ്പേഴ്സിന് അതിനെ കൂടുതൽ കൺട്രോൾ ചെയ്യാൻ പറ്റും, വാച്ച് ചെയ്യാൻ പറ്റും എന്നൊക്കെ പറഞ്ഞേക്കുന്നു. എംപ്ലോയി ഓഫ് ദി ഫേം ക്യാൻ ട്രെയിൻഡ് ഈസിലി ഫോർ മീറ്റിംഗ് ദ ടാർഗറ്റ് ഗ്രൂപ്പ്. അപ്പോൾ ട്രെയിനിങ്ങും കൂടുതൽ കിട്ടും. സിംഗിൾ പർപ്പസിൽ മാത്രം കുറേ സ്യൂട്ടബിൾ ആയിട്ട് അവർക്ക് കുറേ കാര്യങ്ങൾ ചെയ്യാനായിട്ട് പറ്റുമെന്നാണ് പറഞ്ഞേക്കുന്നത്. മൊബിലൈസേഷൻ ഓഫ് വർക്കിംഗ് ഫണ്ട് ഈസ് മോർ ഈസിയർ ദാൻ ദി മൾട്ടി പർപ്പസ് കോപ്പറേറ്റീവ് സൊസൈറ്റി. മൾട്ടി പർപ്പസ് സൊസൈറ്റിനെക്കാട്ടിലും വളരെ പെട്ടെന്ന് ഫണ്ടും കിട്ടും. ഒരൊറ്റ പർപ്പസിന് വേണ്ടിയുള്ള ഫണ്ട് കളക്ട് ചെയ്താൽ മതിയല്ലോ. ദെൻ ഡിമെറിറ്റ്സിലേക്ക് വന്നു കഴിഞ്ഞാൽ ഇറ്റ് ഈസ് ഡിഫിക്കൽട്ട് ടു മെയിൻറ്റെയിൻ എക്കണോമിക് വിയാബിലിറ്റി ആസ് എ സൊസൈറ്റി അണ്ടർടേക്ക് ഓൺലി സിംഗിൾ പർപ്പസ് വർക്ക്. അപ്പോൾ ഒറ്റ പർപ്പസേ ഉള്ളൂ എന്നുള്ളത്, അത് തന്നെയാണ് അവിടെ അഡ്വാൻറ്റേജ്. അത് തന്നെ ലിമിറ്റേഷനുമായിട്ട് പറഞ്ഞു വെച്ചേക്കുന്നു. മെമ്പേഴ്സ് ഹാവ് ടു അപ്രോച്ച് അതർ ഏജൻസീസ് ഫോർ ഫുൾഫില്ലിംഗ് ദെയർ ഓൾ അതർ നീഡ്സ്. മറ്റാവശ്യങ്ങൾക്ക് വേണ്ടി മറ്റ് സൊസൈറ്റിനെ നമ്മൾ എന്ത് ചെയ്യേണ്ടി വരും, സമീപിക്കേണ്ടതായിട്ട് വരും. ഇനി മൾട്ടി പർപ്പസിൻ്റെ മെറിറ്റിലേക്ക് വന്നു കഴിഞ്ഞാൽ ത്രൂ എ സിംഗിൾ വിൻഡോ മൾട്ടി പർപ്പസ് ആർ എക്സ്റ്റെൻഡഡ് ടു ഫാർമേഴ്സ്. അപ്പോൾ ഒന്നിൽ കൂടുതൽ പർപ്പസ് നമുക്ക് ഫുൾഫിൽ ചെയ്യാനായിട്ട് സാധിക്കും. ദ മെമ്പേഴ്സ് ക്യാൻ സേവ് മണി, ടൈം ആൻഡ് എനർജി. പണവും സമയവും എനർജിയൊക്കെ സേവ് ചെയ്യാൻ പറ്റും. ദ കോപ്പറേറ്റീവ് ആക്ട് ആസ് എ സെൻറ്റർ ഫോർ പ്രൊവൈഡിങ് മൾട്ടി ഫൈരിയസ് സർവീസ്. ഒന്നിൽ കൂടുതൽ സർവീസസ് കൊടുക്കാൻ പറ്റും. എഫിഷ്യൻസി ഓഫ് ദി ഫേം ക്യാൻ ബി ഇൻക്രീസ്ഡ് ബൈ എൻഗേജിങ് പ്രൊഫഷണൽ മാനേജ്മെൻറ്റ്. അപ്പോൾ നല്ല മാനേജ്മെൻറ്റ് വഴി നമുക്ക് അതിൻ്റെ എഫിഷ്യൻസി കൂട്ടാനായിട്ട് പറ്റും. ഡിമെറിറ്റ്സിലേക്ക് വന്നു കഴിഞ്ഞാൽ മൾട്ടി പർപ്പസ് കോപ്പറേറ്റീവ് സൊസൈറ്റി വാറൻസ് ദി നീഡ് ഓഫ് സ്കിൽഡ് ആൻഡ് ക്വാളിഫൈഡ് മാനേജേഴ്സ്. സ്കിൽഡ് മാനേജേഴ്സ് വേണമെന്നുള്ളതാണ് മെയിൻ പ്രശ്നം. മിക്സിംഗ് ഓഫ് വേരിയസ് കൺട്രോൾ റെൻഡേഴ്സ് ദി ഫിസിക്കൽ കൺട്രോൾ ഡിഫിക്കൽട്ട്. അപ്പോൾ ഒത്തിരി കാര്യങ്ങളുള്ളത് കൊണ്ട് കൺട്രോൾ പോസിബിളാണ്. സക്സസ് ഓഫ് മൾട്ടി പർപ്പസ് കോപ്പറേറ്റീവ് സൊസൈറ്റി ഡിപ്പെൻഡ്സ് ഓൺ ദി എഫക്റ്റീവ്നെസ് ഓഫ് കോർഡിനേഷൻ. നല്ലൊരു കോർഡിനേഷൻ ഉണ്ടെങ്കിൽ മാത്രമാണ് ഈ ഒരു സൊസൈറ്റി സക്സസ്ഫുള്ളായിട്ട് മുന്നോട്ട് പോകാൻ പറ്റുള്ളൂ. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഈ വീഡിയോയിൽ. നിങ്ങൾക്ക് കാര്യങ്ങൾ മനസ്സിലായിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു. ഡൗട്ട് ഉണ്ടെങ്കിൽ വീഡിയോയ്ക്ക് താഴെ കമൻറ്റ് ചെയ്യുക. സമയം കിട്ടുന്നതനുസരിച്ച് ബാക്കി വീഡിയോസും കൂടെ പോസ്റ്റ് ചെയ്യുന്നതാണ്. കീപ് വാച്ചിങ്. താങ്ക് യു.